ഇത് വാർത്തെടുത്ത പൂർണ്ണമായിട്ടില്ല. ഇത് സംഹാരക്രമമാണ്. ഇതും ചിലർക്ക് മാത്രമേ പാടുള്ളൂ എന്നുണ്ട്. ഈ ബാലയും ശ്രീവിദ്യയും ഒരേ ഉപാസന തന്നെയാണോ? പൂർണ്ണദീക്ഷ എന്ന് പറഞ്ഞാൽ പൂർണ്ണദീക്ഷയിൽ എത്തുന്നവർക്ക് മാത്രമേ മോക്ഷമാകുന്നുള്ളൂ, മോക്ഷ പദവിയിലെത്തുന്നുള്ളൂ. 4ാമത് ചെയ്തപ്പം ഇതിൻ്റെ ത്രികോണവും ബിന്ദുവില്ല, ആ ഗുരുസ്ഥാനമില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് ഗുരുത്വം ഇല്ലാത്ത ഒരാളിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് വിഗ്രഹമല്ലേ, അത് 33 കോടി ദേവതകളുള്ള വിഗ്രഹമാണ്. ഇത് ചെന്ന് അവിടെ ഇരിക്കണമെങ്കിൽ ആ ഭൂമി അതുപോലെ ആയിരിക്കണം. അപ്പോൾ അങ്ങ് എങ്ങനെയാണ് എനിക്ക് വേണ്ടിയിട്ടൊരു ശ്രീചക്രം പണിയാൻ പോകുന്നത്? ഞാൻ ചോദിച്ചു, ആദ്യം ചോദിക്കുന്ന ഉപാസകനാണോ എന്ന് ചോദിക്കും, ഏത് പരമ്പരയാണെന്ന് ചോദിക്കും, പിന്നെ ഗുരു നിർദ്ദേശിച്ചോ എന്ന് ചോദിക്കും. ഗുരുവിൻ്റെ അനുവാദം വേണം. ഒരാളിന് മേരു വാങ്ങണേ ഗുരുവിൻ്റെ അനുവാദം വേണം. ഇപ്പം അതല്ല, ഞാൻ സഹസ്രനാമം മാത്രമേ ചൊല്ലുന്നുള്ളൂ, ഇത് കഴിഞ്ഞ് എനിക്ക് ദീക്ഷ എടുക്കാൻ. അപ്പോൾ അവരോട് സംസാരിക്കാൻ നമുക്ക് മനസ്സിലാവും, ഇവർക്ക് ശ്രീവിദ്യ വരാൻ ഇവർ വരുമോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കും. പിന്നെ ഈ പരമ്പരയ്ക്കനുസരിച്ച് ഇപ്പം മേരു എല്ലാവർക്കും ആകാം, പൂർണ്ണമേരു എല്ലാവർക്കും ആകാം. പിന്നെ അതിൽ അർദ്ധമേരു, പിന്നെ ചിലർ പറയും അർദ്ധമേരു വേണം, ചിലർ പറയും പാതാള പ്രസ്ഥാനം വേണമെന്ന് പറയും, കൂർമ്മ പ്രസ്ഥാനം വേണമെന്ന് പറയാം. അത് വൈഷ്ണവർക്കും ശ്രീചക്രം പൂജിക്കാമെന്ന്. അത് കൂർമ്മ വൈഷ്ണവാണല്ലോ, അങ്ങനെയുള്ളവർക്ക്. പിന്നെ ഭൂപ്രസാരം, അത് സംഹാരക്രമമാണ്. ഇവിടെ പരന്നിരിക്കുന്ന തകിടിൽ കാണിക്കാം. ഇത് വാർത്തെടുത്ത പൂർണ്ണമായിട്ടില്ല. ഇത് സംഹാരക്രമമാണ്. ഇതും ചിലർക്ക് മാത്രമേ പാടുള്ളൂ എന്നുണ്ട്. ഇത് പരമ്പരയായിട്ട് നിശ്ചയിക്കുന്നവർക്ക് മാത്രമേ ഇത് പാടുള്ളൂ. ഇതും ഈ ശ്രീചക്രം, അതായത് മേരു രൂപത്തിലുള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് പറഞ്ഞല്ലോ, ഇത് സംഹാരക്രമവും ഇത് സൃഷ്ടിക്രമവുമാണ്. അത് ചില സമ്പ്രദായക്കാർക്ക് മേരു പാടില്ല എന്ന്, ചിലർക്ക് ആകാം. ഇപ്പം അത് അത് പരമ്പരയ്ക്കനുസരിച്ചാണ്. അപ്പോൾ അത് ആർക്കൊക്കെ ആകാമെന്ന് ഞാൻ പറയത്തില്ല, പരമ്പര അനുസരിച്ചാണ് അത് നിശ്ചയിക്കുന്നത്. ഇതിന് ഏത് ലോഹം വേണമെന്ന് അങ്ങനെ നിർബന്ധമുണ്ട്? ഇതിന് ഏകലോഹമാണ് പറഞ്ഞിട്ടുള്ളത്. ഏകലോഹം, സ്വർണം, വെള്ളി, ചെമ്പ്, പിന്നെ സ്ഫടികമാകാം, മരവും ആകുന്നുണ്ട്. പക്ഷെ വ്യാപകമല്ല. മരത്തിലൊക്കെ ചെയ്യണമെങ്കിൽ അത്രത്തോളം സൂക്ഷ്മത ഉണ്ടെങ്കിലും, കാരണം മരം ഒറ്റ പീസാണ്, അതിൽ ഇത് കൊത്തിയെടുത്ത സെൻറ്റർ കൃത്യമായിട്ട് വരണമെങ്കിൽ, കല്ല് ഒക്കെ വരണമെങ്കിൽ അത്രത്തോളം സൂക്ഷ്മത വേണം. പിന്നെ നമ്മൾ പീസായിട്ട് വെച്ചാണെങ്കിൽ അത് ചെയ്ത് പറ്റും, എന്നാലും അതിന് കാലാവധി വരും. പിന്നെ ലോഹം, സ്വർണം, വെള്ളി, ചെമ്പ്, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നുള്ളത് പഞ്ചലോഹം, അത് വ്യാഴവും ശനിയും, ഇരുമ്പും വെളുത്തിയും. അപ്പം ഇങ്ങനെ 5 ലോഹം. പിന്നെ പഞ്ചലോഹം എന്ന് പറഞ്ഞപ്പോൾ ഈ ഓൺലൈൻ മീഡിയയിലൊക്കെ ഭയങ്കര തട്ടിപ്പാണ്. അല്ല, ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചലോഹം ശബരിമലയിൽ നിന്ന് കടത്തി എന്ന് പറഞ്ഞ ഭയങ്കര വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അത് അതെ, പഞ്ചലോഹ വിഗ്രഹം, അത് അഷ്ടദിക്പാലകരെയാണ് കടത്തി എന്ന് പറഞ്ഞാൽ ഈ പഞ്ചലോഹം എന്ന് പറയുന്നത് ഭയങ്കരമായൊരു തട്ടിപ്പാണ്. ഈ പഞ്ചലോഹം നമുക്ക് അടിച്ചു പരത്താനോ വലിച്ചു നീട്ടാനോ ഒന്നും പറ്റത്തില്ല. അത് മാത്രമല്ല, പഞ്ചലോഹത്തിന് അനുപാതമുണ്ട്. ഇത്ര ചെമ്പ്, ഇത്ര വെള്ളി, ഇത്ര വെളുത്തീയം, സ്വർണം, ഇരുമ്പ് പിന്നെ അങ്ങനെ ഈ മറ്റുള്ള 4 ലോഹങ്ങളായിട്ട് ഉരുകി ചേരത്തില്ല. അതുകൊണ്ട് ഇരുമ്പ് രാഗി പൊടി ഉരുകി നിൽക്കുമ്പോൾ അതിൻ്റെ പുറത്തോട്ട് പൊടി ഇട്ട് കൊടുക്കും. അങ്ങനെ ഈ ശ്രീചക്രങ്ങളല്ലാതെ എന്തെങ്കിലും വിഗ്രഹങ്ങൾ അങ്ങനെ ഇപ്പം ശ്രീചക്രം ചെയ്യാൻ മാത്രമേ സമയം കിട്ടാറുള്ളൂ. വിഗ്രഹങ്ങൾ ഉണ്ട്, പക്ഷേ ഇപ്പം അതിലോട്ട് തിരിയുന്നില്ല. ശ്രീചക്രം മാത്രമേ ഉള്ളൂ. കാരണം വിഗ്രഹം ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ ഈ ഞാൻ പറഞ്ഞല്ലോ, പരമ്പരാഗത രീതിയിൽ മേരു ചെയ്ത് വരുന്നവരാരുമില്ല. ആരുമില്ലെന്നല്ല, ഉണ്ടായിരിക്കാം, പക്ഷേ വളരെ ചുരുക്കമേ ഉള്ളൂ. ഈ പാരമ്പര്യം പറയുമ്പോൾ കേരളീയ സമ്പ്രദായവും പുറത്തേക്കുള്ള സമ്പ്രദായവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ലല്ല, പരാശക്തി ഒന്നല്ലേ. പരാശക്തി ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് വ്യത്യാസമില്ലല്ലോ. ഇപ്പം ശിവൻ ഇപ്പം വടക്കേ ഇന്ത്യയിലെ ശിവനും തെക്കേ ഇന്ത്യയിലെ ശിവനും ഇല്ലല്ലോ. അപ്പോൾ പരാശക്തി ഒന്നാണ്. നമ്മുടെ അത് ദേശം അനുസരിച്ചല്ല വ്യത്യാസം, പരമ്പരയ്ക്കനുസരിച്ചാണ്. പരമ്പര 51 ശക്തിപീഠങ്ങൾ. ഈ 51 ശക്തിപീഠങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം മേരുവിൽ. അത് പലയിടത്തും പല രീതിയിൽ. ഞങ്ങളുടെ ആശ്രമത്തിലെ തന്നെ മേരു തന്നെ, പക്ഷേ അതിന് ചെറിയ രൂപത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ, 51 തരം മേരു ഉണ്ടെന്ന്. അല്ലാണ്ട് ദേശപരമായിട്ട് ഇതിന് വ്യത്യാസമൊന്നുമില്ല, പരമ്പരയായിട്ട് മാത്രമേ ഉള്ളൂ. ഈ മേരു ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ വിഷയങ്ങളോ ഇത് ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ? തീർച്ചയായിട്ടും ധാരാളം. കാരണം ഞാൻ അധികം കാലമായിട്ടില്ല. ഞാൻ മേരു ഉണ്ടാക്കുന്നത് തന്നെ വളരെ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, മാറി നിന്നതാണ് ഞാൻ.
ശ്രീചക്രം ഉണ്ടാക്കുന്ന പേടിച്ച് മാറി നിന്നതാണ്. പിന്നെ ഇതിലേക്ക് വരികയായിരുന്നു. പിന്നാണ് ഞാൻ അറിയുന്നത് ഇതിന് ലളിതാ സഹസ്രനാമമുണ്ട്, ശ്രീവിദ്യാ പദ്ധതിയുണ്ട്, ഗുരു ഉണ്ട് എന്നൊക്കെ അറിയുന്നത് പിന്നാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് കേരളത്തിൽ തന്നെ ഈ മേരു എനിക്ക് മേരു ചെയ്യാനുള്ള കണക്ക് തന്ന ആൾ മുതൽ പിന്നെ പുള്ളി പലരോടും പറഞ്ഞു വിട്ടു. അതായത് ദേവശിഖാമണി സ്വാമി, കോഴിക്കോട്ടെ ദേവശിഖാമണി സ്വാമിയാണ് ആദ്യം വേറൊരാൾ പറഞ്ഞിട്ട് ദേവശിഖാമണി സ്വാമിയുടെ അടുത്തെത്തി. സ്വാമിയാണ്, സ്വാമിയുടെ ഒരു ശിഷ്യൻ തിരുവല്ലയിലുള്ള ശ്രീ മനോജസ് നായർ, അദ്ദേഹമാണ് സ്വാമി പറഞ്ഞിട്ട് എനിക്കിത് മേരുവായിട്ട് ചെയ്യാനുള്ള കണക്ക്, അംശിക്കുന്ന കണക്ക് തന്നത്. അദ്ദേഹം തന്നു. പിന്നെ അദ്ദേഹം ഇതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ തുടങ്ങി. ഇത് അപ്പോഴും എനിക്കറിയത്തില്ല ഇത് ശ്രീവിദ്യയാണെന്നും ത്രിപുരസുന്ദരിയാണെന്നും ഒന്നും. ഇത് ശ്രീചക്രം എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ തുടങ്ങി. പിന്നെ അദ്ദേഹം എന്നെ കാണിപ്പയ്യൂരിൻ്റെ അടുത്ത് വിട്ടു. അദ്ദേഹത്തിൻ്റെ വാസ്തുവിദ്യയിലെ ഗുരുവാണ് കാണിപ്പയ്യൂർ. അങ്ങനെ അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം വേറെ ചുരുക്കം പറഞ്ഞാൽ കേരളത്തിൽ ഒട്ടുമിക്ക ശ്രീവിദ്യയിലെ ഗുരുക്കന്മാരെടുത്തുമൊക്കെ ഇതും കൊണ്ട് ഞാൻ പോയി. കാരണം ഇത് പ്രശ്നമുള്ളതാണല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞാലും നമുക്കിത് പഠിക്കാനൊക്കത്തുള്ളൂ എവിടെയാണ് പ്രശ്നമെന്ന്. അങ്ങനെ ഒരുപാടിടത്ത് കറങ്ങി. അങ്ങനെയാണ് പിന്നെ ഈ ഇതിലേക്ക് അങ്ങ് വന്നത്, ശ്രീചക്രം ചെയ്യാമെന്ന് പറഞ്ഞു വന്നത്. പിന്നെ അറിയുന്നത് ഗുരുവും ശ്രീവിദ്യ പദ്ധതിയും ഗുരുവും പിന്നെ ലളിതാ സഹസ്രനാമം ചൊല്ലി പിന്നാണ് ഈ ഈങ്കോമലയിൽ മാതാജിയുടെ അടുത്ത് ദീക്ഷയ്ക്കായിട്ട് എത്തുന്നത്. അപ്പം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, ഇത് ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെയേറെ ഇത് പ്രചാരത്തിൽ വന്ന് ഞാൻ ചെയ്യുന്ന മേരു. അപ്പോൾ ചിലർക്കൊന്നും അതത്ര സുഖിച്ചില്ല. അത് ശ്രീവിദ്യയിൽ അത് ഒരു തന്ത്രി അയാളുടെ മറ്റുള്ള ചിലരോട് പറയുന്നുണ്ട്, നമ്മളൊക്കെ വന്നിട്ട് 10-25 വർഷമായി, ഇന്നലെ വന്നവരൊക്കെ പേരായി, പ്രശസ്തിയായി, പണമായി. അപ്പം അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങളും ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഇപ്പോഴും നടക്കുന്നുണ്ടത്. കൊച്ചാക്കുക എന്നുള്ളൊരു, ശരിക്കും പറഞ്ഞാൽ ഭഗവതി പറയുന്ന രഹസ്യാത്മകമായിരിക്കണമെന്നതിൻ്റെ ഒരു കാരണം ഇതും കൂടെ. ഈ തമ്മിൽ മാറ്റൊരയ്ക്കൽ ഒരുപാടുണ്ട്, വലിപ്പച്ചെറുപ്പം. അല്ല, ഇന്ന് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ഗുരുക്കന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസം, 1 വർഷം കൊണ്ടൊക്കെ ശ്രീവിദ്യ ഗുരുക്കന്മാരായി മാറുന്ന ആളുകൾ ഒരുപാടുണ്ട്. അത് ശ്രീവിദ്യ ഉപാസനയിൽ എത്രത്തോളം അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ്? അത് പ്രശ്നം തന്നെ. എത്രത്തോളം എന്നല്ല, അത് പ്രശ്നം തന്നെ. നമ്മളൊരു വിദ്യ പഠിക്കണമെങ്കിൽ ഇപ്പോൾ ഗുരു വിദ്യ പഠിപ്പിക്കുക, ഗുരുവിൻ്റെ മൗനം, ചിലപ്പോൾ ഗുരുവിൻ്റെ നോട്ടം, ഇതെല്ലാം നമുക്കുള്ള ഓരോ ഇൻഫർമേഷനാണ്. നമുക്ക് തരുന്ന ഓരോ ഇതാണ്. ചിലപ്പം വിലക്ക് വരാം നോട്ടത്തിൽ കൂടെ, ചിലപ്പം ശരി ആയിക്കോട്ടെ എന്ന് വരാം, മൗനമാകാം, ഒരു മൂളലാകാം. അതായത് ഗുരുവിൽ നിന്നുള്ള അനുഭവവും അനുഭൂതിയും നമുക്കുണ്ടാകണം. ഇപ്പം നമ്മൾ പഞ്ചസാര നക്കി നോക്കിയാൽ മാത്രമേ എൻ്റെ രുചി അറിയത്തുള്ളൂ. പേപ്പറിൽ എഴുതി വെച്ച് മധുരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആകത്തില്ല. എന്ന് പറഞ്ഞാൽ ഗുരുവിൽ നിന്ന് തന്നെ കിട്ടണം അതൊക്കെ. ഇപ്പം പിന്നെ പലരും എല്ലാവരും ഓൺലൈൻ, 3 മാസം കൊണ്ട് ദീക്ഷ, 2 മാസം കൊണ്ട് ദീക്ഷ, ഇവരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കേട്ട് ഓരോരുത്തർ ചെന്ന് ചാടി ഈ ഉന്മാദത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക ഒരുപാട് പേര്. കാരണം ഇപ്പോൾ ശ്രീവിദ്യ ഇപ്പം കേരളം മൊത്തം ശ്രീവിദ്യ ഓൺലൈനിൽ പഠിപ്പിക്കുന്നവരാണ്. അപ്പം ചിലർ ശ്രീവിദ്യ അല്ലാത്ത ചില വിദ്യകൾ, ശ്രീവിദ്യക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരായിപ്പോൾ ഓൺലൈനായിപ്പോൾ, പിന്നെ അല്ലാത്ത കുറേ വിദ്യകൾ, പണം ഉണ്ടാക്കാൻ പറഞ്ഞുതരാം, പണം ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞുതരാം, എന്നാൽ പിന്നെ ഈ ഗുരുവിന് പണം ഉണ്ടാക്കിയ പോരെ ഈ വിദ്യ വെച്ച്. അപ്പം അങ്ങനെ മറ്റുള്ള നിൻ്റെ കയ്യിലിരിക്കുന്ന പണം ഞാൻ പണം ഉണ്ടാക്കാനുള്ള വിദ്യ പറഞ്ഞുതരാം, അങ്ങനെയൊക്കെ ഇതിൽ നടക്കുന്നുണ്ട്. കാരണം എല്ലാം പണം ഉണ്ടാക്കുക എന്നല്ലാണ്ട് ഈ ഓൺലൈനിൽ അങ്ങനെ അല്ല. നമ്മളിപ്പോൾ സ്കൂളിൽ കൊറോണ വന്നപ്പോൾ ഓൺലൈൻ വഴി പഠനം നടന്നില്ലേ. ഇപ്പം പിന്നെ അത് കഴിഞ്ഞപ്പോൾ സ്കൂളായി. അത് നമ്മൾ കൂട്ടത്തിലിരുന്ന് വിദ്യ എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞ് പഠിക്കണം. അപ്പോൾ ഓൺലൈനിൽ അത് കിട്ടത്തില്ല. ഓൺലൈനിൽ നമ്മൾ ഗൈഡ് നോക്കി പഠിച്ച് പരീക്ഷ എഴുതുന്ന പോലെയേ ഉള്ളൂ. പരീക്ഷ പാസ്സായി, ഗൈഡിലാണ്. പക്ഷേ അനുഭവം ഉണ്ടാണെങ്കിൽ നമ്മളത് പൂർണ്ണമായിട്ട് അറിയണം. അപ്പോഴാണ് നമുക്ക്, കാരണം സംശയങ്ങൾ ചോദിക്കാൻ പറ്റും. അനുഭവത്തിലൂടെ മാത്രമേ സംശയങ്ങൾ തീർത്ത് പഠിക്കാൻ പറ്റൂ. അല്ല ഓൺലൈനിൽ കൂടെ ഇത് ചുമ്മാ പഠിക്കാം എന്നല്ലാണ്ട് അത് പൂർണ്ണതയിലൊന്നും എത്തത്തില്ല. ഈ ബാലയും ശ്രീവിദ്യയും ഒരേ ഉപാസന തന്നെയാണോ? അതെ. ചിലർ പറയും ശ്രീവിദ്യയുടെ അവസാനത്തെ ഘട്ടം ബാലയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ. അല്ല, ശ്രീവിദ്യയുടെ അവസാന ഘട്ടം ത്രിപുരസുന്ദരി തന്നെ. ത്രിപുരസുന്ദരിയുടെ മടിയിലാണ് ബാല ഇരിക്കുന്നത്. മകളെന്നും പറയും,
ത്രിപുരസുന്ദരിയുടെ ചെറിയ രൂപം എന്ന് പറയും. അപ്പം ചിലർ ബാല ഒരു നല്ല അവസ്ഥയാണ് മന്ത്രത്തിൽ ശ്രീവിദ്യയിൽ. അപ്പം ചിലർ ബാല കൊണ്ട് നിർത്തും. പിന്നെ പൂർണ്ണതയിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലതൊക്കെ നഷ്ടപ്പെടും എന്നുള്ളൊരു വിചാരമുള്ളത് കൊണ്ട് അവർ ബാല കൊണ്ട് നിർത്തും. ബാലയിൽ സമ്പൽ സമൃദ്ധിയാണോ ലഭിക്കുന്നത്? അതെ, ബാല നല്ലൊരു അവസ്ഥയാണ് ശ്രീവിദ്യയിലെ. അപ്പോൾ അതുകൊണ്ട് നിർത്തുന്നത്. പക്ഷേ ചില ആളുകൾ ശ്രീവിദ്യ ഉപാസനയ്ക്ക് മുമ്പിട്ടേ ബാല കൊടുക്കുന്ന ആളുകളുണ്ട്. മുമ്പല്ല, അല്ല ചില പൂർണ്ണദീക്ഷയ്ക്ക്. അല്ല, ഇത് ഗണപതിയും ബാലയും കൂടെ ചിലയിടത്ത് കൊടുക്കുന്നത്. ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ല. ഞങ്ങളുടെ അവിടെ 11 12ാമത്തെ മന്ത്രമായിട്ടാണ് ബാലയും ഗുരുപാതുകയും തരുന്നത്. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. അത് പരമ്പര അനുസരിച്ച് വ്യത്യാസമുണ്ട്. ചിലർ ബാല മതി എന്നങ്ങ് നിശ്ചയിക്കുക. അത് ഈ പറഞ്ഞുള്ള അറിവ് വെച്ചിട്ട് ബാലമതി. ഇപ്പം എനിക്ക് പൂർണ്ണദീക്ഷ വേണമെന്നുണ്ടെങ്കിൽ മോക്ഷ പദവിയിൽ എത്തണമെങ്കിൽ പൂർണ്ണദീക്ഷ തന്നെ വേണം. അപ്പം അതല്ലാത്തവർ ചിലർ ബാലമതി, കാളി ഇതിൽ മതി എന്ന് പറയും. അങ്ങനെ നിൽക്കുന്നവരുണ്ട്. പക്ഷേ പൂർണ്ണദീക്ഷ എന്ന് പറഞ്ഞാൽ പൂർണ്ണദീക്ഷയിൽ എത്തുന്നവർക്ക് മാത്രമേ മോക്ഷമാകുന്നുള്ളൂ, മോക്ഷ പദവിയിലെത്തുന്നുള്ളൂ. പിന്നെ ചിലർ ഭൗതിക സുഖം, മോക്ഷം, ഭോഗം ഉണ്ടാകും, മോക്ഷം ഉണ്ടാകും. പക്ഷേ മോക്ഷത്തിൽ എത്തുന്നവർക്ക് ഭഗവതി അറിഞ്ഞ് ഭോഗം കൊടുക്കുകയും ചെയ്യും. പിന്നെ ചിലർ ഇത് മതി എന്ന് പറഞ്ഞ് നിർത്തുന്നവരുണ്ട്. അങ്ങനെയാണ് ബാല. പിന്നെ ബാലയ്ക്ക് മേരുണ്ട്, ബാലാമേരുണ്ട്, നവയോനി ചക്രം എന്നതിന് പറയുന്നത് അതുണ്ട്. അങ്ങനെ എല്ലാം നല്ലൊരവസ്ഥയാണ് ബാല. ഈ ദശമഹാവിദ്യകളെ പറ്റി ഒന്ന് വിശദമായിട്ട് പറയാമോ? ദശമഹാവിദ്യയിൽ കാളി, താര, ത്രിപുരസുന്ദരി, അതായത് ഷോഡശി, ത്രിപുരസുന്ദരി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധൂമാവതി, ബഗളാമുഖി, മാതങ്കി, കമല, ഇത്രയും പേരാണ് ദശമഹാവിദ്യയിൽ. ഞാൻ നോക്കിയെന്ന് വെച്ചാൽ ആ ഒരു സീരിയൽ അനുസരിച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് അതിൽ ത്രിപുരസുന്ദരിയാണ് നമ്മുടെ മേരു എന്ന സങ്കല്പം. എന്നാൽ ഈ ദശമഹാവിദ്യകളെ എല്ലാം നമുക്ക് മേരുവിൽ ആരാധിക്കുകയും ചെയ്യാം. പക്ഷേ മോക്ഷം എന്നൊരു പദവിയിലെത്തുന്നത് ത്രിപുരസുന്ദരിയിലാണ്. ഇപ്പം ഈ ദശമഹാവിദ്യയിലെ ഏത് ദേവതയും നമുക്ക് മേരുവിൽ ആരാധിക്കാം. പിന്നെ പൂർണ്ണ പദവിയിലെത്തുന്നതിനാണ് ത്രിപുരസുന്ദരിയിൽ വരുന്നത്. അങ്ങിപ്പോൾ ഏകദേശം 9 വർഷമായിട്ട് ഒരുപാട് മേരുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും മേരു പൂർണ്ണമാകാതെ പോയിട്ടുണ്ടോ? അല്ല, അങ്ങനല്ല. മേരു ചെയ്ത് അങ്ങനെ നമ്മൾ വാർക്കുമ്പം ഇത് വരാറുണ്ട്, ഡിഫക്റ്റ് വരാറുണ്ട്. പിന്നെ മെഴുകി ചെയ്ത് പൂർണ്ണമാക്കുക, അത് പൂർണ്ണമാകും, അത് നമ്മുടെ കയ്യില്ല. പിന്നെ മണ്ണിലേക്ക് ഉരുക്കി ഒഴിക്കുന്ന സമയത്ത് ചിലതിൽ ഏറ് നിൽക്കുകയോ ചിലത് വിള്ളലുണ്ടാകാം, അപ്പോൾ പൊട്ടും, അങ്ങനെയുള്ളൂ. അല്ലാണ്ട് ഇതൊക്കെ ഉപാസനയുടെ എന്തെങ്കിലും ഭാഗമായിട്ട് വരുന്നതാണോ? അതായത് ഇപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഒരു മേരു ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ടുവരുമ്പോൾ ആ മേരു അവർക്ക് പൂർണ്ണമായി കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ വരുന്നത് അത് അവർക്ക് അത് അവർക്ക് യോഗ്യരല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ട്. ചിലർ അതായത് ഒരാളിന് മേരു ചെയ്ത് മെഴുകി ചെയ്ത് ഇതുപോലെ മെഴുകി ചെയ്ത് വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി, എൻ്റെ കൈ അബദ്ധം വന്നു വെച്ചു. അത് രണ്ടാമത് വീണ്ടും മെഴുകി ചെയ്ത് അത് മണ്ണ് കെട്ടി വൈകുന്നേരം അതെടുത്ത് ഞങ്ങൾ മുറിയിൽ വയ്ക്കും. അങ്ങനെ മുറിയിൽ വയ്ക്കുന്ന സമയത്ത് നമ്മുടെ അപ്പോൾ അതിനകത്ത് കുറച്ച് സ്വർണ്ണവും വെള്ളിയും ചേർക്കണമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകം മാർക്ക് ചെയ്തിരിക്കുക. ആ ഒരു മേരു തന്നെ പയ്യൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി. അപ്പോഴകത്തെ മെഴുകിന് കേടുവന്നു. മൂന്നാമത് അത് ചെയ്തു. അപ്പോഴിതും നമ്മുടെ യാദൃച്ഛ്യമായിട്ട് സംഭവിച്ചെന്ന കാര്യം. മൂന്നാമത് അത് ചെയ്ത് കഴിഞ്ഞപ്പം ആ കരുവിൽ വിള്ളലുണ്ടായി, മണ്ണ് പൊതിഞ്ഞ് ആ കരുവിൽ വിള്ളലുണ്ടിട്ട് ആ ലോഹം പുറത്തേക്ക് പോയി. മൂന്നാമത്. നാലാമത് ചെയ്തു. അപ്പോഴും നമ്മൾ വിചാരിച്ച് യാദൃച്ഛ്യമായിട്ട് സംഭവിച്ചത്, കാരണം അങ്ങനെയൊക്കെ വരാമല്ലോ. നാലാമത് ചെയ്തപ്പം ഇതിൻ്റെ ത്രികോണവും ബിന്ദുവില്ല, ആ ഗുരുസ്ഥാനമില്ല. അപ്പോഴും എനിക്ക് മനസ്സിലായി ഇത് ഗുരുത്വം ഇല്ലാത്ത ഒരാളിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പുള്ളിയെ വിളിച്ച് ചോദിച്ചു, ഗുരു ആയിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ എന്താ ഗുരുവായിട്ട് കുഴപ്പമൊന്നും. ഞാൻ പറഞ്ഞു സത്യം പറയാൻ നേരം 4 മേരും ഇപ്പം ചെയ്ത് കഴിഞ്ഞു. അവൻ പറഞ്ഞു ഗുരു ഇപ്പം ഇല്ല. ഞാൻ പറഞ്ഞു ഗുരുത്വം ഇല്ല, ഗുരുവിന് യാതൊരു സമ്മതവും ഇല്ല മേരു ചെയ്യുന്നതിൽ. നിങ്ങൾ ഗുരുവിന് ഒന്നേ ഇവിടെ നിർത്തുക, അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഗുരുവിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്ത് പിന്നെ ശിവക്ഷേത്രത്തിൽ പരമഗുരുവിന് ആയിട്ട് ശിവക്ഷേത്രത്തിൽ കണ്ടിട്ട് അവിടെ ദക്ഷിണ വെച്ച് നമ്മൾ അപരാധം പൊറുക്കണമെന്ന് പറഞ്ഞ് അവിടെ പ്രാർത്ഥിച്ചിട്ട് എന്നാൽ മാത്രമേ ഇവിടെ തുടങ്ങാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ തുടങ്ങി അടുത്ത ഒരെണ്ണത്തിൽ തീർന്നു. അദ്ദേഹം ഇപ്പം വലിയ ഗുരുവാണ്. അപ്പം അങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറെ ഇവരുടെ വീട്ടിൽ ശ്മശാന ഭൂമി ആയിരുന്നിടത്ത് നമ്മൾ അങ്ങനെയുള്ള ഭൂമിയിൽ താമസിക്കുന്ന അവർക്കറിയത്തില്ല. മേരു ചൊല്ലുമ്പോഴത്തേ അവിടെ തടസ്സം കാണിക്കും. അപ്പം അതിനുള്ള പ്രായശ്ചിത്തം, പിന്നെ ഗുരുത്തക്കേടുണ്ടെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം, പിന്നെ ഭൂമിയിൽ
ഈ മേര് വെക്കുന്നത് അത്രയും പവിത്രമായിരിക്കും ആകണം. അല്ലെങ്കിൽ ഭഗവതി പോകുന്നിടം പവിത്രമാകും. പിന്നെ ഇതുപോലെ ചില വലിയ പ്രശ്നങ്ങളുള്ളത് നമ്മൾ മാറ്റിയിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ അവരോട് പറഞ്ഞതിനുള്ള പ്രായശ്ചിത്തം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഇപ്പം എല്ലായിടത്തും ക്ഷേത്രഭൂമി പറ്റത്തില്ലല്ലോ. ക്ഷേത്രഭൂമി ആകണമെങ്കിൽ അതിനുള്ള നല്ല സ്ഥലത്ത് മാത്രമേ ക്ഷേത്രഭൂമി പറ്റത്തുള്ളൂ. ഇപ്പം ആദ്യം പശുവിനെ കെട്ടി നോക്കും. പശു ശാന്തമായ നല്ല മണ്ണിൽ നിന്ന് പുല്ല് കഴിക്കത്തുള്ളൂ, അല്ലേ അത് അവിടുന്ന് കഴിക്കത്തില്ല എന്ന് പറയുന്നതല്ലേ. ഇത് വിഗ്രഹമല്ലേ, അത് 33 ദേവതകളുള്ള വിഗ്രഹമാണ്. ഇത് ചെന്ന് അവിടെ ഇരിക്കണമെങ്കിൽ ആ ഭൂമി അതുപോലെ ആയിരിക്കണം. ഇപ്പം ഇതിപ്പോൾ ഓൺലൈനിൽ കിട്ടുന്നവർക്ക് അതൊന്നുമില്ല. ഇപ്പം ഇവരോട് മേരുവിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിത് മേരു ചോദിച്ചറിയുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാകും. പിന്നെ ഇത് ചെയ്യുമ്പം ഇതിൽ നമുക്ക് അവിടെ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ, നെഗറ്റീവ്നെസ് ഉണ്ടോ എന്ന് മനസ്സിലാവും. അങ്ങനെ ചോദിച്ച് പറഞ്ഞാണ് ഇത് എങ്ങനെയാണ് മനസ്സിലാവും നമുക്ക് അവർക്ക്? അത് നമ്മുടെ ഉപാസനയുടെ ഇതിലാണ്. തടസ്സങ്ങൾ വരും. പിന്നെ നമുക്കത് ജപത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇന്നതാണ് അവിടെ തടസ്സം എന്ന് ചോദിച്ചാൽ കറക്റ്റ് അത് തന്നെ. അപ്പം അതുപോലെ അവരുടെ വസ്തുവിൻ്റെ വ്യത്യാസങ്ങൾ, പിന്നെ അവിടെയുള്ള ചില നാഗത്താന്മാരുടെ ഭൂമിയുണ്ട്, അവിടെയൊക്കെ അതിനൊക്കെയുള്ള പ്രശ്നം, അതിനുള്ള പരിഹാരം എല്ലാം ചെയ്തിട്ട് ഇതവിടെ എല്ലാത്തിലും വരാറില്ല. എല്ലാ നല്ല ഭൂമിയിൽ എല്ലായിടത്തും വരാറില്ല. ഗുരുത്വം കേട് അങ്ങനെ. ഞാനിപ്പോൾ മേരി ചെയ്തതിൽ ഒരു 3-4 ഇടത്തേ ഉള്ളൂ ഗുരുത്വ പ്രശ്നം വന്നിട്ടുള്ളത്. പിന്നെ ശ്മശാന ഭൂമി, പിന്നെ ഈ നാഗത്താന്മാരുടെ പ്രശ്നമുള്ള ഭൂമി, പിന്നെ ഈ പൂർണ്ണമല്ലാത്ത ഭൂമി, വാസ്തുപരമായിട്ട് പൂർണ്ണമല്ലാത്ത, അങ്ങനെയൊക്കെയുള്ളിടത്ത് വരുമ്പോൾ ഇത് അറിയാൻ പറ്റും നമുക്ക്. അതുപോലെ ഇതിൻ്റെ ഭൂപുരം ചെയ്യുമ്പോഴൊക്കെ, ഭൂപുരം ഭൂമിയാണ്, അത് ചെയ്യുമ്പോൾ അവിടെ വ്യത്യാസങ്ങൾ വരും, അവിടെ ഡാമേജ് വരും. നമ്മൾ പിന്നെ അതായത് റിപ്പയർ ചെയ്ത് പറ്റാത്ത സ്ഥലങ്ങൾ വരും. റിപ്പയർ എന്ന് പറഞ്ഞാൽ ഇത് വലിയ റിപ്പയറല്ല, വാർക്കുമ്പോഴൊക്കെ ഇത് കേടായി പോകാറുണ്ട്, അതൊന്നും റിപ്പയർ ചെയ്യത്തില്ല. പിന്നെ ചെറിയ പ്രശ്നങ്ങൾ അതൊക്കെ റിപ്പയർ ചെയ്ത്, അങ്ങനെ പോലും പറ്റാത്ത സാധനങ്ങളെ നമ്മൾ ചിന്തിച്ചത് ജപത്തിലൂടെ നമുക്കത് മനസ്സിലാകും. ഇന്നടത്തെ ഭൂമി അത് ചോദിച്ച് അവരോട് കാര്യം മനസ്സിലാക്കിയിട്ടാണ് അത് പരിഹരിച്ചാൽ പോകുന്നത്.